ഇന്ന് ഓണസദ്യയിലേക്ക് ഒരു കൂട്ടുകറിയുടെയും കാളന്റെയും വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. കൂട്ടുകറിയിലേക്ക് ഇവിടെ ഇപ്പോൾ ചേന, കായ, കടല വേവിച്ചത്, കടലപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. കടല മാത്രമേ ഇപ്പോൾ ഇവിടെ വേവിച്ച് വെച്ചിട്ടുള്ളൂ. ഉപ്പിട്ടിട്ടാണ് കടല വേവിച്ചിട്ടുള്ളത്. ചേനയും കായയും ഒരേ അളവാണ് എടുക്കേണ്ടത്. ഇനി കായേക്കാളും കുറച്ചും കൂടെ അധികം ചേനയായാലും കുഴപ്പമൊന്നുമില്ല. നേന്ത്രക്കായാണ് എടുക്കേണ്ടത്. ചതുര കഷ്ണങ്ങളായിട്ടാണ് ചേനയും കായയും നുറുക്കേണ്ടത്. രണ്ടും കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷമാണ് ഈ കാണിക്കുന്നത്. കടലപ്പരിപ്പും ചേനയും കായയും കൂടെ ഒന്നിച്ച് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കണം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കടല വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളമാണ് ഇതിലിപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. കൂട്ടുകറി എന്ന് പറയുമ്പോൾ കുറച്ച് മധുരമുള്ളതാണ്. എല്ലാം നന്നായിട്ട് വെന്ത് അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ ശേഷം കുറച്ച് തേങ്ങയും ജീരകവും 1 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ച് അതിലേക്ക് ഒഴിക്കാം. മോര് കറിക്കൊന്നും അരച്ചെടുക്കുന്നത് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിനകത്തേക്ക് വേവിച്ച കടലയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശർക്കര ചേർക്കുന്നത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. എനിക്ക് കൂട്ടുകറിയിൽ കുറച്ചൊന്ന് അധികം മുന്നോട്ട് മധുരം നിൽക്കുന്നത് ഇഷ്ടമാണ്. ഈ ഒരു സമയത്ത് ശർക്കരയോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചൊഴിച്ചത് കാരണം അതിനകത്ത് കുറച്ചൊരു വെള്ളമയം കൂടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ ആ വെള്ളമയമൊക്കെ ഒന്ന് അങ്ങനെ പോയി കിട്ടും. വെള്ളം എല്ലാം പോയ ശേഷം ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് ഇതുപോലെ ഒന്ന് കറി അമർത്തി വെച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. വേണമെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പിലയും 2-3 ഉണക്കമുളകും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടുകറിക്ക് വറുത്തിടുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ ഒരു പിശുക്കും കാണിക്കേണ്ട. വെളിച്ചെണ്ണ കുറച്ച് അധികം തന്നെ എടുക്കണം. അതേപോലെ തേങ്ങയും നന്നായിട്ട് തന്നെ എടുക്കണം. അതിനകത്തേക്ക് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ചുവക്കനെ വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. കാരണം വലിയ തീയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ കരിഞ്ഞ പോലെ ആവും. തേങ്ങ ഒരുവിധം ചുവന്ന് വന്ന ശേഷം അതൊന്ന് എല്ലാം കൂടെ ഒരു വശത്തേക്ക് നീക്കി വെക്കാം. ഇതുപോലെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. അതിനകത്തേക്ക് 1 നുള്ളു ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്ത ശേഷം അതെല്ലാം കൂടെ ഈ കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തത് ഇട്ട ശേഷം അതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെക്കാം. ഉപയോഗിക്കുന്ന സമയത്ത് അത് തുറന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കായപ്പയ്ക്കാണ് നുറുക്കി വെച്ചിട്ടുള്ളത്. ഇതേപോലെയാണ് കായപ്പയ്ക്ക നുറുക്കിയിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഒരു കാളൻ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. കായപ്പയ്ക്കയുടെ കയ്പ്പ് ഒട്ടും തന്നെ അറിയേയില്ല. ഞങ്ങൾക്ക് ഓണസദ്യയിലൊന്നും ഈ കയ്പയ്ക്ക കാളനല്ല ഉണ്ടാവാറുള്ളത്. കുമ്പളങ്ങയോ വെള്ളരിക്കോ ഒക്കെ വെച്ചിട്ടാണ് കാളൻ ഉണ്ടാവുക. ഇവിടെ ഇപ്പൊ കയ്പയ്ക്കയും മാങ്ങയും കൊണ്ടുള്ള ഒരു കാളൻ കാണിക്കുന്നു എന്ന് മാത്രം. കഷ്ണങ്ങളിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ്, അതേപോലെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ വേവാനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കയ്പയ്ക്ക ഒരുവിധം വെന്തു വന്ന ശേഷം അതിനകത്തേക്ക് തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. കയ്പയ്ക്ക ഇടുന്ന സമയത്ത് തന്നെ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ നന്നായിട്ട് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് മാങ്ങ ആ സമയത്ത് ഇടാതിരുന്നത്. മാങ്ങ വെന്ത് വന്ന ശേഷം അതിനകത്തേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ അരച്ച് ചേർക്കാം. തേങ്ങ നന്നായിട്ട് തന്നെ അരയണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് പുളിക്കനുസരിച്ചുള്ള തൈരും കൂടെ അടിച്ച് ചേർക്കാം. മാങ്ങയുടെ പുളിപ്പിനനുസരിച്ച് വേണം തൈര് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ. നല്ല പുളിപ്പുള്ള മാങ്ങയാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ തൈര് നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് അതൊന്ന് ചൂടായ ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. അധികം തിളപ്പിക്കാൻ നിൽക്കരുത്, ഒന്ന് ചൂടായാൽ മതി. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 വറ്റൽമുളക്, അതായത് ഉണക്കമുളക്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കുറച്ച് ഉലുവാപ്പൊടി, കൂടുതലായിട്ട് ഉലുവാപ്പൊടി വേണ്ട, 1 നുള്ളു ഉലുവാപ്പൊടിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടച്ചു വെച്ച് നമ്മൾ കഴിക്കാൻ നോക്കുന്ന സമയത്ത് അതെല്ലാം കൂടെ യോജിപ്പിച്ചെടുത്താൽ മതി. കടുക് പൊട്ടിച്ച ശേഷം ഉലുവ ഇടുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ഉലുവാപ്പൊടി ചേർക്കാം. എപ്പോഴും ഈ ഉലുവാപ്പൊടി ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ്. തീ ഓഫ് ചെയ്ത ശേഷം ഇട്ടാൽ മതി ഉലുവാപ്പൊടിയും ബാക്കിയുള്ള സാധനങ്ങളും. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.